ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിൻ്റെ വർക്കിനാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇറക്കിയിട്ട് നമ്മൾ ചെറിൻ്റെ സ്പോട്ടിൽ തന്നെ വണ്ടി കുടുങ്ങുകയും ചെയ്ത്. പിന്നെ അവിടെ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരത്തിനാണ് വലിച്ചത്. ആ മരം വന്നിട്ട് വീണതും വണ്ടീൻ്റെ മുകളിൽ. അപ്പോൾ ആകെ ഒരു ശോകമായിരുന്നു ആദ്യം. പിന്നെ നമ്മൾ മരമൊക്കെ മുറിച്ചിട്ടാണ് വണ്ടി പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചെറേൻ്റെ വർക്ക് വേറെ ഒരു സ്പോട്ടിലാണ് സ്റ്റാർട്ടാക്കുന്നത്. ഒരു പൂജയൊക്കെ ആക്കിയിട്ടാണ് സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെള്ളമെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ചരണ്ടി പോലെ അടിച്ച് വിട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 81-ൻ്റെ ഡോസർ പ്ലേറ്റ് അയച്ചിട്ടുണ്ട്. ഇതിനെ കൊണ്ടാണ് എല്ലാ പ്രശ്നവും നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേറെ ചെറു സൈറ്റിലേക്കാണ് വണ്ടി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി കുടുങ്ങിയത്. ഈ ഡോസറിനെ കൊണ്ടാണ് ഇത്രപാട് പ്രശ്നങ്ങൾ. അപ്പോൾ 81 ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ 81-ൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഉള്ളൂ. 70-ൽ അങ്ങനെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഈ ഡോസർ നമ്മളുടെ നോർമൽ ചെയിനിൻ്റെ പാതി വരെ പോകും. അങ്ങനെയായിട്ടാണ് വണ്ടി കുടുങ്ങുന്നത്, തിരിച്ച് കയറില്ല. സോ നമ്മളത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുതിൻ്റെ സൈറ്റിലേക്കാണ് എടുത്തിട്ട് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബാക്കിയുള്ള നമുക്ക് സൈറ്റിൽ കാണാം. ഈ വണ്ടീൻ്റെ പണി തീർന്നിട്ടുണ്ടായി. പണി തീർന്നുകൊണ്ടാണ് 2 വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം എത്ര നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അത്രയൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും 1 2 3 4 5 6 ഒരു 3 അടി 4 അടീൻ്റെ അത്ര നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു 2 സ്ഥലത്തെ കൂടി പോകണമായിരുന്നു, 2 സൈറ്റ് കൂടി നോക്കാൻ പോകണമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് 2 വണ്ടി വിട്ടിട്ട് ഇന്ന് പണിയെടുക്കുന്നത്. എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വണ്ടി ഇങ്ങനെ താണു പോകുന്നുണ്ട്. അപ്പോൾ ഒന്നിനൊന്ന് സപ്പോർട്ടായിട്ടുണ്ടാവും. ഒന്ന് രണ്ടാമത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് പെട്ടെന്നാണ് വെള്ളം നിറയുന്നത്. എല്ലാ കോർണേഴ്സിലെല്ലാം ഓപ്പൺ ഉണ്ട്. അങ്ങനെയായിട്ട് നമുക്ക് വണ്ടി ആവുന്നതും പെട്ടെന്ന് തന്നെ ഈ വർക്ക് ഫിനിഷ് ആക്കണം. അങ്ങനെയായിട്ടാണ് 2 മെഷീൻ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടുള്ളത്. നമ്മൾ 81-ൻ്റെ ഡോസർ പ്ലേറ്റ് അയച്ചിട്ടുണ്ട് കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ 10 അടിയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായത്. പിന്നെ നോക്കുമ്പോഴേക്ക് അപ്പുറത്ത് നല്ല സെൽട്ട് വന്നിട്ട് ഒരേ ദിവസത്തിൽ തന്നെ മുകളിലെല്ലാം ഒന്ന് ഇതായി. അപ്പോൾ നമുക്ക് ഡെപ്ത്ത് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടായി. അങ്ങനെയായിട്ട് ഇപ്പോൾ മെഷീന് താഴോട്ടേക്കാണ് ഇറക്കുന്നത്. താഴോട്ടേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റാമ്പ് ആക്കിക്കൊണ്ടുള്ളത്. അപ്പോൾ റാമ്പ് ആക്കിയിട്ട് ഈ സെൽട്ടും എടുക്കും. നമ്മൾ എന്തിനും ഒരു സേഫ്റ്റിക്ക് നമ്മൾ ഒരു അടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ചെറിൻ്റെ ഇറിഗേഷൻ പോണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 99% ആയിട്ടുണ്ട്. അതിന് ചെറിയൊരു ഏരി കെട്ടാനുള്ള വർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. കാണാൻ നിങ്ങൾക്ക് ഇവിടെ മാത്രമേ ഇനി ചെറിയ ഏരിയൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിറപ്പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു ഈ 81 നമ്മളിന്ന് വേറെ സൈഡിലേക്ക് കയറ്റുന്നുണ്ട് ഒരു തോട് വർക്കിന്. 110ക്ക് വേറെ ഒരു കാർഡ് ക്ലീനിങ് വർക്ക് ഉണ്ട്. അത് പോയിട്ട് നോക്കിയിട്ട് വന്നിട്ട് കൺഫേം ആക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്കിൻ്റെ കണ്ടീഷന്. ഇനി ബാക്കിയുള്ള ഈ സൈഡ് ഏരി ഫിനിഷിങ് വർക്കൊക്കെ നമ്മൾ വേനൽക്കാലത്ത് വന്നിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.